യോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് വീഡിയോ ഇടാൻ പോവാണ് ഗൈസ്. ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു, നമ്മുടെ മഞ്ഞപ്പൊടി ട്രെൻഡ് ഇട്ടായിരുന്നു ഗൈസ്. അതിനുശേഷം ഞാൻ ഇന്നാണ് ഗൈസ് വീഡിയോ ഇടുന്നത്. നമ്മുടെ ലോങ് വീഡിയോ ഇന്നാണ് ഗൈസ് ഇടുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ ബ്ലാക്ക് പാന്തർ സിം ഉണ്ടല്ലോ ഗൈസ്, ആ ഗെയിമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ് ഇത്. പാർട്ട് 1 ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണണമെന്ന് ആഗ്രഹമുള്ളവർ പോയി കാണുക. പിന്നെ അത് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഓടി കളിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഹെൽത്തൊക്കെ നമ്മൾ ഇന്നലെ കൂട്ടിയായിരുന്നു ഗൈസ്. 112 ആക്കി. നമ്മുടെ ഹെൽത്ത് 100 ഉള്ളായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, പിന്നെ ഇത്ര നാളെ വീഡിയോ വരാമെന്ന് പറഞ്ഞാൽ പനിയായിരുന്നു ഗൈസ്. പിന്നെ ഇവിടെ കുറേ നാൾ കറണ്ട് ഇല്ലായിരുന്നു. 2-3 ദിവസം മുമ്പേ എങ്ങാണ്ടാണ് ഇവിടെ കറണ്ടൊക്കെ വരാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഇവിടെ കറണ്ടെല്ലാം പോയായിരുന്നു ഗൈസ്. പോയിട്ട് കറണ്ടുണ്ട്, എന്നാലും രാത്രിയൊക്കെ ആകുമ്പോൾ കറണ്ട് പോവും, കുറച്ച് നേരം കഴിയുമ്പോൾ വരും. അങ്ങനെയായിരുന്നു ഗൈസ്. നല്ലപോലെ വീഡിയോ ഒന്നും എടുത്ത് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല, അതായിരുന്നു. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു എലീനെയാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ എലീനെ അങ്ങ് വെട്ടിക്കീറി തിന്നാം ഗൈസ്. സാപ്പിട് മാതിരി, നമ്മൾ സാപ്പിട് മാതിരിയാണ് ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ ഓട്ടമൊക്കെ നോക്കണം അവൻ്റെ വൈബില്. നമ്മൾ ഇന്നലെ പുതിയ സ്കില്ലൊക്കെ അൺലോക്ക് ചെയ്തതാണ്. ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിങ്ങനെ കറക്കും, തല ഇറങ്ങും. അങ്ങനത്തെയൊക്കെ സ്കില്ലൊക്കെ നമ്മൾ ആഡ് ചെയ്തായിരുന്നു. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പൈസ ഒക്കെ ഉണ്ടോ ഗൈസ്? 2929 ക്രോക്കഡൈൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് വെച്ചിരുന്നതും കണ്ടായിരുന്നു ക്രോക്കഡൈൽ. ഇന്നത്തെ ക്രോക്കഡൈലൊക്കെ ഉണ്ട്. നമ്മൾ ഈ സ്കിൻ നമുക്ക് എടുത്താലാ? വൈബല്ലേ? എടുക്കണോ? പൈസ ഇല്ല അതിന്. 4000 രൂപ. പക്ഷെ വൈബായിരുന്നു അത്. കാരണം 30,000 രൂപയോ? നമ്മൾ കുറച്ചും കൂടി ആവട്ടടാ, ഇതൊക്കെ എടുക്കടാ. ഇതൊക്കെ വൈബായിരുന്നില്ലേ? ഇതൊക്കെ നമ്മുടെ ദേഹത്ത് ആഡ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ. നമുക്കിപ്പോൾ ഒരെണ്ണം മാത്രം ആഡ് ചെയ്യാം. എന്തു പറയുന്നു ഗൈസ്? ഓക്കെ, ഇത് മതി. നമ്മൾക്ക് ഇത് മതി. ഓക്കെ, ഇത് അടിപൊളിയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ പൈസ പോയി ഗൈസ്. ആകെ 429 രൂപ. ഓക്കെ, നമുക്ക് അവിടെ ഒരു ആടിനെ കാണുന്നുണ്ട്. റൈനോസറോ? വാട്ട്? റൈനോസർ? നമുക്ക് ആ റൈനോസറിനെ വെറുതെ വിടണോ? വേണ്ട, റൈനോസറിനെ പോയി തട്ടാം ഗൈസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ റൈനോസറിനെയൊക്കെ തട്ടിയായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഓക്കെ, അവനെ അടിച്ചിടിച്ച് തകർക്കടാ അവനെ. നമുക്കിനി അടുപ്പിച്ചിടാൻ നോക്കാം ഗൈസ് വീഡിയോസ് കേട്ടോ. സമയം കിട്ടത്തില്ല ഗൈസ്. അതുമല്ല ഇപ്പോൾ പഠിക്കാനൊക്കെ ഒത്തിരി ഉണ്ട് ഗൈസ്. ഒറ്റ അടി. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രിക്ക്. പിന്നെ തട്ടാനുള്ള ട്രിക്ക് ഇതാണ് കണ്ടോ. അതിന് ഒറ്റ അടി അടിച്ചാൽ മതി. അത് തീർന്നു കണ്ടോ. നമ്മൾ ലെവലപ്പ് പോയി. നമുക്ക് പൈസ അത്യാവശ്യത്തിനല്ല, ആവശ്യത്തിനധികം ഉണ്ട്. ഈ ഒരു പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്കിന്ന് വാങ്ങിക്കാമായിരുന്നു. കഴിഞ്ഞ വട്ടത്തെ പൈസയും കൂടി ചേർത്ത് നമ്മളെപ്പോഴും ആഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ പവറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്? ഓക്കെ, നമ്മൾ 221 ഹെൽത്തുള്ള ഒരുത്തനാണ് ഇപ്പോൾ തട്ടിയത്. ഞാനിപ്പോൾ പുതിയ സ്കില്ല് പഠിച്ചതാ. ബാക്കിലോട്ട് നമ്മളിങ്ങനെ നടന്നാൽ മതി ഗൈസ്. എത്ര വലിയവനാണെങ്കിലും ചത്തോളും ഗൈസ്. പക്ഷേ ഇത്തിരി സ്പീഡുള്ളവനൊക്കെ ആണെങ്കിൽ നമ്മൾ അവൻ്റെ അടുത്ത് കളിച്ചിട്ട് കാര്യമില്ല. ഒരു പച്ചിലപ്പാമ്പുണ്ട് ഗൈസ്, പച്ചിലപ്പാമ്പ്. അതിന് വേണ്ടി ആടിനെ അങ്ങ് തീർക്കാം ഗൈസ്. ആടിനൊക്കെ ഇത്തിരി കുഴപ്പമാണ്. നമ്മളെ അന്ന് കഴിഞ്ഞ കളിയിൽ നമ്മളെ കൊല്ലാൻ വരെ പോയി. കൊന്നോന്ന് എനിക്ക് ഓർമ്മയില്ലെന്ന് തോന്നുന്നു. കൊല്ലാൻ വരെ പോയതങ്ങണ്ട. ഓ, അടി കണ്ടില്ല അവൻ്റെ? 12 അടിയ, 12 അറ്റാക്ക് സ്പീഡ്. നമ്മൾ 7 എന്ന് പറഞ്ഞത് നമ്മുടെ ലെവലായിരുന്നു കേട്ടോ. ഓക്കെ, രാത്രിയായി കേട്ടോ. രാത്രി ഇവിടെ ഭയങ്കര സീനാണ് ഗൈസ്. എനിക്കിഷ്ടമല്ലേ ഈ ഗെയിമിൽ രാത്രി. ഈ ഗെയിമിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ മഴയും ഇടിമിന്നലും രാത്രിയും. രാവിലെ ഉണ്ട്, പക്ഷേ രാത്രിയാണ് കൂടുതലും. എല്ലാവരും പറഞ്ഞായിരുന്നു, എൻ്റെ ഒരു കൂട്ടുകാർ ഇത് കളിക്കുന്നുണ്ടായി. ആ കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റും കേടാന്നൊക്കെ പറഞ്ഞായിരുന്നു. നമുക്ക് ആ ഗുഹയൊന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയെങ്കിലും കാണും. ഗുഹയൊക്കെ അല്ലേ, ഇവിടെ എവിടെയെങ്കിലും അടുത്തൊക്കെ ഗുഹ കാണാതിരിക്കത്തില്ല. എന്തായാലും നമ്മൾ പിന്നെ വേറെ ലെവലാളായിട്ടുണ്ട്. ഓടി ചെല്ലം ചാടി നടക്കുന്നി
എന്തുവായിരുന്നു? ചെല്ലം ചാടി നടക്കും പുൽച്ചാടി. ഷടാ എടാ ഞാൻ നേരെ ചാടി ചെന്ന് ഇവൻ്റെ അടുത്തോട്ടോ. ഭഗവനെ സോറി അണ്ണ, അറിയാതെ അടിച്ചാണ്, എന്നോട് ക്ഷമിക്കണം. ഇനി മേലെ ഈ നാട്ടിലോട്ടേ വരത്തില്ല. കാലി വീണ് തൊരാമണ്ണായി. വഴിക്ക് ഒരു മരവും കാണല്ലേ ഈശ്വരാ. അവിടെ ഒരു ഗൊറിലയൊക്കെ ഉണ്ടല്ലോ. ഗൊറിലേനൊക്കെ തട്ടും നമ്മൾ ഒരു നാളല്ല, ഇപ്പം തന്നെ തട്ടാൻ പോവാം. ചാവടാ, നല്ലൊരു അടി കൊടുത്തവനെ കൊല്ലാനുള്ളതിന്. അവിടെ നമ്മൾ ലെവലപ്പായില്ല. വാട്ട് ദ ഹെൽ. ഷേ, നമുക്ക് ഞാൻ ഗോറിലെ തട്ടാൻ പോവാം ഗൈസ്. ഗൊറില കുട്ടൻ, ഒറാങ്കൂട്ടാനാ. ഇത് ഗൊറിലൊന്നുമില്ല, ഇത് ഒറാങ്കൂട്ടാനും കണ്ടു. പിന്നെ അല്ലാതെ നമ്മൾ വേറെ ലെവല്. നിൽക്കുന്നവൻ പൊട്ടൻ നമ്മളെ കണ്ടില്ല. സുഖമല്ലേ അണ്ണേ? യോ വഴിയേറ്റിപ്പോയി. അണ്ണ എവിടെ പോയി അണ്ണൻ? സുഖമല്ലേ? അവിടെ പോയി അടിയടാവനെ. ഞാൻ ഇനി അടിക്കണവനെ, അല്ലാതെ തന്നെ ചാടി അടി. ഇന്ന് ഗുസ്തിക്ക് പോയിട്ടുണ്ടോ അവൻ? റെസ്ലിംഗ് കാരണം കണ്ടോ കേട്ടോ, ചാടി അടിക്കണോ നമ്മളെ. ഓക്കെ, നമുക്ക് ഇവൻ ചാവുന്നിടം വരെ ഒന്ന് ഉറങ്ങിയിട്ട് വരാം ഗൈസ്. ചത്തവൻ. എടാ ഇവൻ ചാവത്തില്ലേ? ഇവൻ എത്ര നേരമായടാ. എടാ മോനെ, ഇവൻ്റെ പല്ലടിച്ച് പോയിടും. പോടാ ഇറക്കാനായിട്ട്. നമ്മുടെ ഈ ചാട്ടത്തിൻ്റെ സ്കില്ലുള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ജയിച്ച് പോകുന്നത്. നമ്മളല്ലേ എപ്പോഴേ ഇവിടെ തറ കിടക്കണ്ടേ എൻ്റെ ഒറ്റയടിക്ക് ചത്തേ. ഇപ്പം അവളും ലെവലപ്പായി, നമ്മൾ മാത്രം എന്തോ ഒരു ലെവലിൽ കുറവാന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ അല്ല, നമ്മളൊരു ലെവലിൽ കൂടുതല. ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്ക് SP ഒത്തിരി വേണമെന്ന് തോന്നുന്നു. അതായിരിക്കും സംഭവം. നമുക്കും വേണമല്ലോ, നമുക്കൊന്നും വേണ്ട. ഓക്കെ, നമ്മുടെ ഹെൽത്താണ് ഗൈസ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. 120 ആക്കി. ഇതാണ് ഗൈസ് ഡെന്നി. ഞാൻ ചുമ്മാ മരപ്പൊത്തി ചെന്ന് കയറിയതായിരുന്നു ഗൈസ്. ഇത് കൊള്ള സ്ഥലമില്ലേ, നല്ല വൈബുള്ളൊരു ഏരിയ. ഓക്കെ, അടിപൊളി വൈബാണ് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ കൂടി ഇങ്ങനെ നടക്കുവാണ് ഗൈസ്. നമുക്ക് ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഇതിനകത്തേക്ക് നമുക്ക് ഉറങ്ങാമല്ലേ. ഇതൊക്കെ നല്ല ഫീച്ചേഴ്സാണ് കേട്ടോ. നമുക്കിതിനകത്ത് മാപ്പൊക്കെ നോക്കാമല്ലോ. എടാ ഈ ഹോമെന്ന് കൊടുത്തേക്ക് നമ്മുടെ ഗുഹയാണല്ലേ. ഓക്കെ, നമ്മുടെ ഡ്രാഗൺ സിമ്മിനകത്തായിരുന്നെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തുമായിരുന്നു. അതാണ് ഒരു അടിപൊളിയൊരു സ്ഥലമാണ് ഡ്രാഗൺ സിമ്മിനകത്തുള്ളത്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ മാപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. മറ്റേതിനകത്ത് ബോസ് ഉണ്ടായിരുന്നു മറ്റേ ലവനൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എനിക്കറിയാൻ വയ്യ. മറ്റേ ലവനൊക്കെ ഉണ്ടല്ലോ, എന്തായിരുന്നു എൻ്റെ പേര്? എനിക്കതിൻ്റെ പേരെന്ന് പറഞ്ഞോളൂ. ഒരുത്തുണ്ടല്ലോ, എന്തോ പറയുക, ഡ്രാഗനും എന്തോ ഒരു തടീനെ നമ്മൾ തട്ടിയില്ലെന്നല്ല, അവൻ്റെ നമ്മൾ അടികൊണ്ട് ചത്തായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ബോസുകൾ നമ്മളാണ്, അല്ലാതെ തന്നെ നമ്മുടെ അടുത്തല്ലേ കളി. നമ്മൾ പണ്ടേ ചെല്ലം ചാടി നടക്കുന്ന പുൽച്ചാടിയ. അവനെന്തുവാടെ പോയ മിന്നൽ മുരളിയോ? ഈ പറക്കും തളിക, മനുഷ്യരെ പറക്കും തളിക. ഓക്കെ, ഇവിടെ എന്തുവാടാ 60.4. അറിയാവുന്നവരാണ് കമൻറ്റ് ചെയ്യണം. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. താഴെ പച്ച ലൈൻ കൊടുത്തിരിക്കുന്നത്. പാമ്പിന്റെയാടാ. എടാടാ പാമ്പ്. ഇവൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇവനെ കാണാൻ പോലും പറ്റത്തില്ലല്ലോ. അടിയടാ ഇവനെ എനിക്ക് പേടിയൊന്നുമില്ല. ഇവൻ നോക്കാം, നമ്മുടെ കുഞ്ഞി പിള്ളേർ. പിന്നെ അല്ലാതെ തന്നെ അംബാനി വൈബാണ് കഴിച്ച്. നമ്മൾ അംബാനി വൈബായിരിക്കും എപ്പോഴും. ചെല്ലം ചാടി നടക്കുന്ന പുൽച്ചാടിയാണ് നമ്മൾ. അടുത്ത പാമ്പോ? ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ കണ്ടില്ലല്ലോ. എന്തായാലും എൻ്റെ സ്കില്ലുള്ളതുകൊണ്ട് നിന്നൊക്കെ ഞാൻ പിടിച്ച്. പാമ്പിൻ്റെയൊക്കെ അടി കൊടുക്കത്ത അടിയാ മോനെ. അടി കിട്ടിയാൽ നമ്മൾ ആവും. നമ്മുടെ ഈ ജീവി അല്ലടാ നമ്മുടെ ക്വിസ്
3.13 അവനെ നമുക്ക് അപ്പോൾ ഇവനെ അങ്ങ് തട്ടണമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ലെവലപ്പായി അവനെ തട്ടിയപ്പം. അത് കൊള്ളാമല്ലോ. അടുത്ത വന്നപ്പോഴത്തേക്ക് എലി, മറ്റേ കറുത്ത ജീവി, നമ്മുടെ പാമ്പ് കുട്ടൻ. അതാറാ തീർന്ന് ഒറ്റ അടി, 1 ഷൂട്ട്. യെസ്, നമ്മൾ 4000 അടിപ്പിച്ചു ഗൈസ് നമ്മുടെ വണ്ടി. പിന്നെ റോഡ് ടു 5000K സബ്സ്ക്രൈബേഴ്സ് എന്ന് റോഡ് ടു 5000 ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് പൈസ 5000 ആക്കും നമ്മൾ. എടാ അടിയടാ പോയി. പക്ഷെ കണ്ണും കാണാൻ വയ്യല്ലേ, ചെടിയുടെ ഇടയ്ക്ക് അറിയുന്നുണ്ട്. നമ്മൾ മിക്കവാറും ഇവിടെ ചാവും കേട്ടാ, എനിക്ക് ഉറപ്പാ. എടാ ഇവനെന്തുവാടാ ഇങ്ങനെ ഇരുന്ന് അടിക്കുന്നത്? നമ്മളെന്തൊരു പൊട്ടന്മാര്. ഒറ്റ ചാട്ടം, 1 ഷൂട്ട്. നമ്മളൊക്കെ 1 ഷൂട്ട്. അയ്യേ, ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഇങ്ങോട്ട് പനങ്ങോട്ട് ഒറ്റ അടിയും വെച്ച് കൊടുത്തു. ഈ ഗെയിമിനകത്തൊരു ഫ്യൂച്ചർ വേണം. നമ്മൾ പൂച്ചകളുണ്ടല്ലോ, കൈ കൊണ്ടൊക്കെ ഒരു മോന്തയ്ക്ക് ഒരൊറ്റ അടി കൊടുക്കത്തില്ലേ, ഇതിനകത്താണ് ഈ ഫൈറ്റിങ്ങിൻ്റെ ഫ്യൂച്ചർ തന്നെയാണ് അതും. അതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഒരു ഫീച്ചറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഗെയിം വൈബ് ഗെയിമായിരുന്നു. ഏത് വൈബെന്ന് ചോദിക്കായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചാൽ അതിൻ്റെ പേര് ഗൈസ്. അപ്പം ടാറ്റ, ബൈ, സീ യു. നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കത്തിരിക്കുക. ഓക്കെ.